ഇന്ന് നമുക്ക് ഉച്ചയായപ്പോൾ വർക്ക്ഷോപ്പിൽ ഒരു ഫ്രിഡ്ജ് വന്നു കൂളിംഗ് ഇല്ലാതെ. അപ്പോൾ അത് എൽ ജിയുടെ ഒരു മോഡലായിരുന്നു, ഒരു ഡബിൾ ഡോറാ. അപ്പോൾ അതിന് കൺസീൽഡ് ചെയ്ത് പോകുന്നൊരു പൈപ്പ് ബ്ലോക്ക് ആയി പോയതായിരുന്നു. ഞങ്ങൾ ആ പൈപ്പ് ക്യാപിലറി ട്യൂബ് എന്ന് പറയും, ആ പൈപ്പ് മാറി ഗ്യാസ് ചാർജ് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ പൈപ്പ് മാറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക, കൂളിംഗ് ആയി. അപ്പോൾ നിങ്ങളത് കാണിക്കുക. ഇതാണ് എൽ ജിയുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണേ. അപ്പോൾ അത് ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ പൈപ്പ് ഇട്ടിരിക്കുന്നത് കാണിക്കാം. ഇതാണ് കൺസീൽ ചെയ്ത്, ഈ പൈപ്പ് നേരത്തെ കൺസീൽ ചെയ്ത് പോയിരുന്ന ഈ കോപ്പറിൻ്റെ ട്യൂബ്. ഇതിനിപ്പോൾ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് കസ്റ്റമർക്ക് ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് ഇനി ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ളതാണ്. ഇതിങ്ങനെ ഓപ്പണാക്കി ഇട്ടിരിക്കുക, നാളെ ചെയ്യത്തുള്ളൂ. ഇപ്പം ചെക്കിങ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൈപ്പ് ഇതിനകത്ത് ഈ ബോഡിക്ക് ഉള്ളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറേ നാൾ കഴിയുമ്പോഴത്തേനും ക്ലാവ് പിടിച്ചിട്ട് ബ്ലോക്ക് ആയി പോകും. അപ്പോൾ ഞങ്ങളിത് ഇവിടെ തൊട്ടുള്ള പൈപ്പുകൾ ഇതുണ്ടോ, ഏകദേശം ഒരു 12 അടിയോളം വരും. ആ പൈപ്പ് നമ്മൾ ഓപ്പണാക്കി ഇതിലായിട്ട് ചാർജ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുക. ഗ്യാസ് ചാർജ് ചെയ്തിട്ട് പുതിയതായിട്ട് ചാർജ് ചെയ്ത്. ഇപ്പോൾ ഈ ഗ്രില്ല് ഇതിനകത്ത് ബോഡിക്കകത്തുള്ള ഒരു ഗ്രില്ലായിരുന്നു ഇതേ. അപ്പോൾ അത് ഈ സൈഡിൽ ബോഡി ഇങ്ങനെ സൈഡ് ചൂടാവുമായിരുന്നു, അപ്പോൾ അതും തുരുമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറമെ എക്സ്ട്രാ നമ്മളിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇത്തരമാണ് ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പം അത്യാവശ്യം കൂളിംഗ് ആയി, ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം നേരം നമ്മൾ രാത്രിയിൽ ഓടിച്ചിട്ടിരിക്കുക. വെള്ളം വച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം വച്ചിട്ട് 3 മണിക്കൂറായി, കട്ടയായി വെള്ളം. രാത്രി മൊത്തം ഓടിച്ചിട്ട് ഇതിനിപ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് നോക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് കൂളിംഗ് ആക്കി കഴിയുമ്പോൾ കട്ട് ഓഫ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കട്ട് ഓഫ് ആകാൻ സ്വിച്ച് ഇതിൻ്റെ അടിവശത്ത് ഇപ്പോൾ ഏറ്റവും ഹൈ ലെവലിൽ കൂളിംഗ് ആയിട്ട് ഇട്ടിരിക്കുക, മാക്സിമം കോണ്ടസ്റ്റ് എന്ന് ഇട്ടിരിക്കുക. ഇത് കട്ട് ഓഫ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ബാക്കിലോട്ട് തന്നെ തിരിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിൽക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. രാവിലെ ഞങ്ങൾ വന്ന് ഒരു 9:30 തുറക്കുമ്പോൾ അറിയാവും ഇത് ബാക്കിലോട്ട് തിരിക്കുമ്പോൾ കട്ട് ഓഫ് ആകുന്നുണ്ടെന്നുള്ളത്. കട്ട് ഓഫ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് ഉറപ്പായിട്ടും ഡെലിവറി കൊടുക്കാം.